ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനേറ്റ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തലിന് സർക്കാർ. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും കുടിശ്ശികൾ സമയബന്ധിതമായി തീർക്കുമെന്നും നിയമസഭയിൽ ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക പ്രസ്താവന നടത്തി. എന്നാൽ ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളും കുടിശ്ശികളെല്ലാം കൊടുക്കുമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി ഉറപ്പു നൽകുമ്പോഴും ഇതിനെല്ലാം പണം എവിടെ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ഏതാണ്ട് 30,000 കോടി വേണം ഈ സാമ്പത്തിക വർഷം പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ. ജനപിന്തുണ വീണ്ടെടുക്കാനാണ് സർക്കാരിൻ്റെ നീക്കമെങ്കിലും കടമെടുത്ത് മുടിഞ്ഞ ഖജനാവ് എങ്ങനെ നിറക്കുമെന്നതാണ് പ്രശ്നം. നികുതി പിരിവ് കാര്യക്ഷമമാക്കുമെന്ന് പറയുമ്പോഴും ഇത്രയും തുക വിനിയോഗിക്കാൻ ഇവിടെ നിന്ന് കണ്ടെത്തുമെന്ന് പ്രതിപക്ഷം ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയേക്കില്ല. നിലവിൽ വരുമാനത്തിൻ്റെ 60% ശമ്പളം പെൻഷൻ നൽകാൻ വേണ്ടിവരും. വരുമാനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ചിലവുകളിൽ ചുരുക്കൽ പാലിക്കുകയും സർക്കാർ സേവനങ്ങളിൽ ജനങ്ങളിൽ സുതാര്യമായും സങ്കീർണമല്ലാതെയും എത്തിക്കാനുള്ള പ്രത്യേക ഉത്തരവുകൾ ഈ മാസം 31-നകം ബന്ധപ്പെട്ട വകുപ്പുകൾ പുറപ്പെടുവിക്കുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. ഇതിന് മേൽനോട്ടം വഹിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നികുതിയേതര വരുമാനം പരമാവധി വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങളാണ് സർക്കാർ നടത്തിവരുന്നത്. നികുതിയേതര വരുമാന വർധനയ്ക്കായി വകുപ്പ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ ഇതിനാവശ്യമായ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാധാരണക്കാർ ഉൾപ്പെടെ പാർട്ടിയിൽ നിന്നും അകന്നുവന്ന വിലയിരുത്തലിനെ തുടർന്നാണ് പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് സർക്കാരിന്റെ തിരുത്തൽ നടപടികൾ സഭയിൽ പ്രഖ്യാപിച്ചത്. പ്രകടന പത്രികയിൽ പെൻഷൻ 2,600 രൂപ ആക്കുമെന്ന് LDF വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും എത്ര വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ 17 ഇനം പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നും ക്ഷേമ പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും DA കുടിശ്ശികയിൽ ഓരോ സാമ്പത്തിക വർഷം 2 ഗഡു വീതം കൊടുത്ത് കുടിശ്ശിക തീർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മരുന്ന് വിതരണത്തിനുള്ള ബില്ലുകളിലും വന്ന കുടിശ്ശികയും സപ്ലൈകോയുടെ കുടിശ്ശികയും സമയബന്ധിതമായി തീർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ സേവനങ്ങൾ ഗുണഭോക്താക്കൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം നിലവിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ 5 ഗഡുക്കൾ കുടിശ്ശികയാണ് നൽകാനുള്ളത്. 2024-2025 സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളും 2025-2026 3 ഗഡുക്കളും വിതരണം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. നിലവിൽ 4,250 കോടി രൂപയാണ് കുടിശ്ശികയുള്ളത്. 62 ലക്ഷം പേർക്ക് പ്രതിമാസം 1,600 രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുന്നത്. കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്.